അത്ഭുതം എന്ന് അറിയോ? ഇത് പണി കഴിച്ചത് 6 മാസം കൊണ്ടാണ്. അത്ഭുതമാണ്, അത്ഭുതം. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിന്റെ പണി തീർന്നു. കുട്ടപ്പുറത്തിൽ സായിബാബയുടെ ആശ്രമത്തിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നൊരു സ്ഥലം. സ്വാമിയുടെ ബർത്ത് പ്ലേസാണ്. സായിബാബ ജനിച്ച സ്ഥലമാണ്. പലരും അവിടെ വന്നിട്ട് അമ്പലത്തിൽ ആശ്രമത്തിൽ വന്നിട്ടേ പോകാറുള്ളൂ. പലർക്കും ഈ സ്ഥലം പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വലിയ ക്രൗഡില്ലാത്തത്. അഥവാ നിങ്ങൾ വരുന്നൊരു ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണൊന്നും നിറയും. എന്തോ ഒരു പ്രത്യേക ഒരു എനർജി അവിടെ ഉണ്ട്. ഭയങ്കരപ്പെട്ട ഒരു എനർജി അവിടെ ഉണ്ട് കേട്ടോ. ആ പുട്ടപ്പുറത്തി വരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് ആരെങ്കിലും ചോദിക്കുക ബാബ ഇത് ജനിച്ച സ്ഥലം എവിടെ ജനിച്ച ആരായിരുന്നതിൽ ഇവിടെയുള്ള ആൾക്കാർ കാണിച്ചു തരും കേട്ടോ. അടുത്തിനി ചേട്ടാ ലാലേട്ടാ അടുത്ത എവിടെ പോണേ? ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റല്. ഞാൻ ഇന്നലെ വെളിയിലിരുന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നായിരുന്നു. കണ്ട, ഫ്രീ ആണ് ഇവിടുത്തെ ചികിത്സ. വെരി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഹോസ്പിറ്റൽ തന്നെ പാലസ് പോലെയാണ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മളിന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അകത്തൊക്കെ ഒന്ന് കയറി കാണാൻ വേണ്ടിയിട്ടും ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ, ഇവിടുത്തെ എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് അറിയോ? ഇത് പണി കഴിച്ചത് 6 മാസം കൊണ്ടാണ്. അത് സംഭവം എങ്ങനെയാട്ടത്? അത് സ്വാമി ഡിക്ലെയർ ചെയ്ത് ഇതിന്റെ പണി തുടങ്ങി. പക്ഷെ കുറച്ച് സ്റ്റോപ്പായി. പക്ഷെ പറഞ്ഞ ഡേറ്റിന് 6 മന്ത്സ് എടുത്തിട്ടാണ് ഫസ്റ്റ് സർജറി നടത്തി. ഓ, മനസ്സിലായോ? ഇതിന്റെ പണി വെറും 6 മാസം കൊണ്ടാണ് തീർത്തത്. അത്ഭുതമാണ്, അത്ഭുതം. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിന്റെ പണി തീർത്തത് 6 മാസം കൊണ്ട് തീർക്കുകയും ആദ്യത്തെ സർജറി നടത്തുകയും ചെയ്തു ഇവിടെ, അല്ലേ ഏട്ടാ? ആദ്യത്തെ ഒരു സർജറി നടത്തുകയും ചെയ്തു. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ഇതാണ് സർജറിയാണ്. ആ സർജറിക്ക് അത്രയും ഇക്വിപ്മെന്റ്സ് വേണം, എല്ലാ സെറ്റപ്പ് വേണം. ചെറിയ കാര്യമല്ല. ഇന്നിപ്പോ അതുകൊണ്ട് നമ്മള് അകത്ത് കയറി ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണാൻ പോവുക. മറിയ ദീദി, ഹലോ. Sairam. We are in General Hospital in Puttaparthi. It's very, very nice and beautiful hospital. Today Maria is very nice. Yes, I have my sari. Like a Kerala girl. ഒരു രക്ഷയില്ലാത്തൊരു ഹോസ്പിറ്റലാണ്. നമുക്ക് അകത്ത് തറയിൽ ചോറ് ഇട്ട് കഴിക്കാം. അങ്ങനത്തെ രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അകത്ത്. നമുക്ക് അകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അകത്ത് സ്വാമി അവസാന നിമിഷങ്ങളിൽ കിടന്ന ഒരു റൂമുണ്ട്. അയ്യോ, ഭയങ്കര എനർജി. നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറിയിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടല്ല തോന്നുന്നത്. നമുക്ക് ഒരു അമ്പലത്തിൽ കയറിയിട്ട് വെളിയിൽ ഇറങ്ങിയ ഒരു ഫീലാണ് വരുന്നത്. അത്ര പോസിറ്റീവാണ്. അത്ര നമുക്ക് വെളിയിൽ ഇറങ്ങാൻ തോന്നൂല. അങ്ങനത്തെ ഒരു ഹോസ്പിറ്റല്. എത്രയോ നാട്ടിൽ എത്രയോ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, എത്രയോ മെഡിക്കൽ കോളേജുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 6 മാസം കൊണ്ട് ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഒരു മനുഷ്യൻ? അയ്യോ, ഒരു രക്ഷയില്ല. പുള്ളി ദൈവം തന്നെയാണ്. കാര്യം ഇത്രയും ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ ഇത്രയും പേര് വരെയാണ്. അവര് ഇത്രയും പേര് ഇവിടെ വരെയാണ്. അവർക്കുള്ള ചികിത്സ ഫ്രീ ആണ്. വലിയ വലിയ ഓപ്പറേഷൻസ്, വലിയ വലിയ സർജറീസ് ഇവിടെ ലക്ഷങ്ങൾ കൊടുത്ത് ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നടത്തുമ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ആദ്യം കയറിയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അയ്യോ, അതിശയം അല്ല ലാലേട്ടാ. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ
കുറച്ചൊന്ന് അടിച്ച് കറങ്ങിയൊക്കെ വന്നു, കുറേ ആളുടെ വീട്ടിലൊക്കെ പോയിട്ട് അടിച്ച് കറങ്ങിയിട്ടൊക്കെ വന്നു. പിന്നെ വൈകിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇന്ന് പ്രദോഷമായിരുന്നു. ഇന്ന് മഹാദേവൻ്റെ പ്രദോഷ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 പേരും ഇവിടെ മറിയയും എല്ലാവരും കൂടെ ഫാസ്റ്റിംഗ് ആയിരുന്നു, വ്രതമായിരുന്നു. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നമ്മളിവിടെ അടുത്തൊരു അമ്മയുടെ ഒരു വീട്ടിൽ ഒരു പൂജ ഉണ്ടായിരുന്നു. അവിടെ ഒരു എന്ത് പറയാനായിട്ട്, അമ്മ ഭയങ്കര ഡിവോഷനായിട്ടാണ് പൂജ ചെയ്യുന്നത്. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ശിവലിംഗം അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അവിടെ പൂജയുണ്ട്. ഈ പ്രദോഷം പോലെയുള്ള നല്ല ഭയങ്കരപ്പെട്ട ദിവസങ്ങൾ എന്ന് വെച്ചാൽ വിശേഷ ദിവസങ്ങളിൽ ഭയങ്കരപ്പെട്ട പൂജ, ഭയങ്കര ഒരു ആഡംബരം എന്ന് വെച്ചാൽ രാജകീയമായിട്ടാണ് മഹാദേവനെ പൂജിക്കുന്നത്. ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഭജനയായിരുന്നാലും ശരി, ഇത്രയും ജനങ്ങൾ എല്ലാ ദിവസവും ആ അമ്മയുടെ വീട്ടിലേക്ക് വരും. അമ്മയാണ് പൂജ ചെയ്യുന്നത്. കണ്ടപ്പോൾ വളരെ സന്തോഷമായി പൂജകൾ. എന്തായാലും നാളെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.